ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇക്ക വടിയെടുത്തു, ഇത്ത അഭിനയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ വേറൊന്നല്ല, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ബമ്പർ റിയാക്ഷൻ വീഡിയോയും മറ്റേ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഓരോരോ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സിലു സൽഹ ടാൽക്സ് ഉണ്ടല്ലോ, സിലു സൽഹ അവരെ യൂട്യൂബ് ചാനലുണ്ടല്ലോ. അപ്പോൾ അവര് ഡിവേഴ്സായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ റിയാക്ഷൻ വീഡിയോസ്, ഇക്കാടെ വീഡിയോസ് വരുന്നു, സിനുവിൻ്റെ വീഡിയോസ് വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ റിയാക്ഷൻ വീഡിയോസ്, നിങ്ങളെന്താ പറയാത്തത് നിങ്ങളെന്താ പറയാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ ഓരോരോ വീഡിയോസുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്നത് കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ഓരോരുത്തർ വീഡിയോസ് ചെയ്യുന്നതും കാശുണ്ടാക്കാൻ, റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത് ആരായാലും. അപ്പോൾ അല്ലാണ്ട് ഒരാളെ നന്നാക്കാനും വേണ്ടിയിട്ടൊന്നും ആരും വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അത് വേറെ കാര്യം, ചെയ്യുന്നവരുണ്ടാവും കേട്ടോ, അതും വേറെ കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഗഫൂർക്കയുടെ ഒരു വീഡിയോ, ഗഫൂർക്ക് കാലേറ്റ് തട്ടുന്നൊരു വീഡിയോസ് ലാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് സെപ്പറേറ്റഡ് ആയി എന്ന് പറയുന്നു. അവർ ഡിവേഴ്സായി എന്ന് മറ്റുള്ളവർ പറയുന്നു. അത് ഒരു വെറൈറ്റി തംബ്നെയിൽ വെച്ചിട്ടാണ് ഓരോരുത്തർ എന്ത് ചെയ്യുന്നത്, ഓരോരോ വീഡിയോസ് ഇറക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഇക്ക വടിയെടുത്തു ഇത്ത അഭിനയിച്ചു എന്ന് പറഞ്ഞ പോലെ. പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നത് എന്താണ്, ഇതൊരു ഡ്രാമയാണ്, ഇത് അഭിനയമാണ്, അല്ലാണ്ട് അവർ വേറെ പിരിഞ്ഞിട്ടൊന്നുമില്ല, അത് ജസ്റ്റ് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. അവരൊരു വീടിന് കുറച്ച് കാശ് കൂടുതൽ വേണം, അപ്പോൾ ഒരു പുതിയ വീട് എടുക്കുക, അപ്പോൾ അതിന് ഒരുപാട് കാശ് വേണം എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഈ വീഡിയോ, ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ ഒരുപാട് ആൾക്കാർ പല പല വീഡിയോസും ചെയ്തിരുന്നു. അങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന, മണ്ടന്മാരാക്കുന്ന പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു വീഡിയോസ് ആയി വരും, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സംഭവം ആയിരിക്കും. ഒരു കഥയും തിരക്കഥയും സ്ക്രിപ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നു പലരും. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ ഭർത്താവാകുമ്പോൾ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇതില് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങൾ ചോദിക്കത്ര എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ, ഇനി അതിനെപ്പറ്റി പറയുന്നില്ല, അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെയാണ് എന്ത് ചെയ്തത്, യൂട്യൂബിലൂടെ ജനങ്ങളെ അറിയിച്ചത്. ജനങ്ങളെ യൂട്യൂബിലൂടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിത രീതി, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിലൂടെ വിടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ, നിങ്ങളുടെ ചാനൽ കാണുന്നവർ, നിങ്ങളുടെ വീഡിയോസ് കാണുന്നവർ ചോദിക്കും, എന്തുകൊണ്ടാണ് പിരിഞ്ഞത്, എന്താണ് പിരിയാനുള്ള കാരണം, അത് പിരിയാനുള്ള കാരണം ആരുടെ ഭാഗത്താണ് തെറ്റിയെന്നൊക്കെ സ്വാഭാവികമായിട്ട് ചോദിക്കും. അതിന് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിത രീതികൾ, മറ്റേ ഡെയിലി വീഡിയോസ് അതായിട്ടും ഇതായിട്ടും ചപ്പായിട്ടും ചവറായിട്ടും തേങ്ങായിട്ടും മാങ്ങായിട്ടും ഹലാക്കിൻ്റെ ഔലൂസും കഞ്ഞി ആയിട്ടും യൂട്യൂബിൽ ഇടുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് എന്താണ് ഇത് പിരിയാനുള്ള കാരണം അത് ചോദിക്കും, ആരുടെ ഭാഗത്താണ് തെറ്റ്. പിന്നെ പലരും പറഞ്ഞു പിന്നെ പലരും പറയണത് വനിതാ കമ്മീഷന് കേസ് കൊടുക്കണം, അങ്ങനെ ഗഫൂർ ഖാനെ കോടതി കയറ്റണം, ഗഫൂർ ഖാനെ അങ്ങനെ ആക്കണം, ഗഫൂർ ഖാനെ അങ്ങനെ ആക്കണം, അതാക്കണം, മറ്റതാക്കണം, മറിച്ചതാക്കണം. ഇനി ഭാവിയിൽ ഇനിയിപ്പോ ഇവര് സെപ്പറേറ്റഡ് ആയി ഭാവിയിൽ ഒരുമിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. കാരണം മക്കളൊക്കെ വലുതായി വരുമ്പോൾ, അല്ലെങ്കിൽ മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മാനും വാപ്പാനൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അങ്ങനെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോസ് കുറ്റപ്പെടുത്തിയിട്ടും, അതുപോലെ തന്നെ കുറച്ച് കാണിച്ചിട്ടും വില കൂട്ടി കാണിച്ചിട്ടൊക്കെ വീഡിയോസ് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാവിയിൽ ഒരുമിക്കേണ്ടത് അത് വിദൂരതയിലേക്ക് പോകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്ന ഭിന്നായി പോകും. പിന്നെ ഒരുമിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നത്തിൽ പിന്നെ അത് ഒരു യോജിച്ച് പോവാൻ സാധ്യത കുറവാണ്. പിന്നെ കുടുംബജീവിതം ആകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ജീവനും സ്വത്തിനും അപായമുണ്ടാകുന്ന, ജീവനും സ്വത്തിനും പ്രശ്നമാകുന്ന, അല്ല ജീവനും സ്വത്തിനും ബുദ്ധിമുട്ടാകുന്ന ഒരു ബന്ധമാണ് എങ്കിൽ അവിടെ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ ഡിവോഴ്സ്
അവനാണ് നല്ലത് എങ്കിൽ ഡിവോഴ്സ് ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് ചിന്തിക്കണ്ട. മക്കളുടെ ഭാവി കൂടിയിട്ട് എന്ത് ചെയ്യുക, ചിന്തിക്കുക. കാരണം മക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയും വേണം വാപ്പയും വേണം, അതായത് അച്ഛനും വേണം അമ്മയും വേണം. ഏഹ് അപ്പോ പരമാവധി അവനാന്റെ ശരീരം, അതായത് തടി ജീവൻ കാക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനത്തെ പെർഫോമൻസ് ഒക്കെ ഈ ഫുട്ബോൾ തട്ടുന്ന പോലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലമാണ്, പറയാൻ പറ്റില്ല. ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവ് ഭാര്യയെ കൊന്നു, ഉമ്മ മകനെ കൊന്നു, മകൻ ഉമ്മയെ കൊന്നു. ഇപ്പൊ അടുത്ത മറ്റേ 5 ആളെ പെർഫോമൻസ് കണ്ടതല്ലേ. 5 ആൾക്കാരെ തലക്കടിച്ചിട്ടും കഴുത്തറുത്തിട്ടും അങ്ങനെ ആക്കിയിട്ടും ഇങ്ങനെ ആക്കിയിട്ടൊക്കെ കൊന്നത് 4 ആൾക്കാർ, 5 ആൾക്കാരുണ്ട് കൊന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ഇതൊരു നാടകമല്ല എങ്കിൽ സ്വയം രക്ഷ വളരെ വളരെ നല്ലതാണ്. എല്ലാവരും വീഡിയോസ്, ചറ പറ വീഡിയോസ്, കുറ്റപ്പെടുത്താട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നിരന്തരം വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം സിലു സൽഹട്ട്. അപ്പോ ജീവനും സ്വത്തിനും വല്ല ബുദ്ധിമുട്ടുണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നമ്മളെ തടി കാക്കണം നല്ലതാണ്. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. പിന്നെ ഇങ്ങനത്തെ പെർഫോമൻസ് കസാര കാലായിട്ട് തട്ടുന്നത് മറ്റുള്ളതൊക്കെ ഓരോരുത്തരുടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ. അപ്പോൾ അവരുടെ മേലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഇഞ്ചുറി ആവും, അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാവും, വലിയ പ്രശ്നമാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അങ്ങനത്തെ ഇടപാടൊക്കെ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ തെറ്റുകാരൻ തന്നെയാണ്. കാരണം സുലുവിനെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ താങ്കൾ തെറ്റുകാരൻ തന്നെയാണ്. ഒരു ന്യായീകരണം ഉണ്ടായിരിക്കില്ല. വേറെ സംഭവം സത്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ ഒരുപാട് വീഡിയോസ് കണ്ടു സിലുവിനെതിരായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലു സൽഹക്ക് എതിരായിട്ട്. അതായത് യൂട്യൂബിൽ ഫേമസ് ആയി, ഒരുപാട് വരുമാനം വന്നു, അങ്ങനായി ഇങ്ങനായി, അത് കാരണം കൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചു, ഭർത്താവിനെ ഒന്നുമല്ലാത്തവനാക്കി, ഭർത്താവ് അങ്ങനെ ആക്കി, പാവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഈ ദേഹോദ്രവം അതുപോലെ മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, അതൊക്കെ ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അത് ഭാര്യ ആയാലും ചെയ്താലും ശരി, ഭർത്താവ് ചെയ്താലും ശരി. ഇനിയിപ്പോ മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളെ വിഡ്ഢികളാക്കുകയാണോ എന്നൊരു ടീമും കൂടി ചോദിക്കുന്നുണ്ട്. സംഭവത്തില് നമ്മളെ ഇതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് കാരണം, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ആവാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, മെയിൻ കാരണം. ആ കാരണമൊന്നും ഇതിൽ പറയുന്നില്ല. ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. മറ്റാള് ഇപ്പൊ യൂട്യൂബില് മറ്റേ ഊഞ്ഞാൽ ബിസിനസ് ഒക്കെ ജോറായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലിടയ്ക്ക് ഒരു വീഡിയോസ് കണ്ടു, ആരോ ഊഞ്ഞാല് കിട്ടാൻ വേണ്ടി വന്നിട്ട് കരഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ഒരു വീഡിയോസ് കണ്ടു. ഊഞ്ഞാലൊക്കെ വിറ്റോളി, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. ഊഞ്ഞാല് കച്ചവടം ഉഷാറായിട്ട് പോയിക്കോട്ടെ. പക്ഷെ എന്താ, ഇങ്ങനത്തെ ദേഹോദ്രവം എന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അതൊക്കെ വൻ ക്രിമിനൽ ഒഫൻസ് ആണ്, അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം തന്നെയാണ്. അപ്പോൾ സിലുവിനെ അനുകൂലിച്ചിട്ടും വീഡിയോസ് ഉണ്ട്, സിലുവിനെ പ്രതികൂലിച്ചിട്ടും വീഡിയോസ് ഉണ്ട്. ഇക്കാനെ അനുകൂലിച്ച് ഇക്ക മാസിക്ക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഇതാണ് കാരണം. സംഭവത്തിൽ ഒരു തേങ്ങയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുവരെ എന്താക്കിയിട്ടില്ല, ഒരു കാര്യവും ഒരു കാരണം പുറത്തു വിട്ടിട്ടില്ല. ഇത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ പിരിയാനുള്ള കാരണം എന്ന് രണ്ടാളും ഭാഗത്തുനിന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വെച്ചാൽ മറ്റേ ഗഫൂർക്ക പറഞ്ഞെന്താ, ഞാൻ തന്നെ വീട് വെക്കാൻ പോവാണ്, കുട്ടികൾക്ക് അതിന്റെ ഓഹരി കൊടുക്കും, ഞാൻ ഗൾഫിലേക്ക് പോവാണ്, ബിസിനസ് നോക്കാൻ പാടില്ല, 4-5 ഷോപ്പുണ്ട്, അപ്പൊ ആ ഷോപ്പിലത്തെ വരുമാനമൊക്കെ കുട്ടികൾക്കുള്ളതൊക്കെ ആൾ അടിച്ചു വിട്ടത്. അത് അവരുടെ മക്കളാണ്, അവർക്ക് കൊടുക്കേണ്ടി വരും. കാരണം വാപ്പാവുമ്പോ വാപ്പാടെ സ്വത്തിന് മക്കൾക്കും അവകാശം ഉണ്ടാവും, ഉമ്മാവുമ്പോ ഉമ്മാടെ സ്വത്തിനും ആ മക്കൾക്ക് എന്തുണ്ട്, അവകാശമുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, ഇതിലൂടെ എനിക്ക് മനസ്സിലായത്, പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്, കാര്യമില്ല എന്ന് ചോദിച്ചാൽ കാര്യമില്ല. വീട്ടിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെറിയ നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ഒരാളെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യ പീഡനം ഭാര്യ ഭർത്താവിനെ പീഡിപ്പിക്കുന്നു, ഭർത്താവ് ഭാര്യയെ പീഡിപ്പിക്കുന്നു. അപ്പൊ ആ ലെവലിലേക്ക് പോകുമ്പോ മറ്റേ കേസ് കൊടുക്കണം പിള്ളച്ച, ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്നുള്ള പോലെ ആ ലെവലിലേക്ക് ഉണ്ട്. സ്വന്തമായിട്ട് ജീവിതത്തിൽ ഓരോരുത്തരുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. നമ്മളെ ജീവിതം നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ്മെന്റിലൂടെയും അതുപോലെ തന്നെ സ്നേഹത്തിലൂടെയും സമാധാനത്തിലൂടെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഭാര്യയായാലും ഭർത്താവായാലും. അപ്പോൾ
നിങ്ങൾക്ക് ഉപദേശിക്കാൻ ഉപദേശം തരാനുള്ള ആ ലെവലൊന്നും നമ്മൾക്കില്ല. അത് വേറെ കാര്യം. എന്നാലും നമ്മൾ വീഡിയോസുകൾ പല നിരത്തിങ്ങനെ ചറപറായിട്ട് ഓരോരുത്തർ റവന്യൂ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് ഈ റവന്യൂവിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ലെവലിൽ വീഡിയോസ് ഇടുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പം നമ്മളെ വക ഒരു വീഡിയോസ് ഇനി ഇട്ടില്ല എന്ന് വേണ്ടെന്നുള്ള ലെവലിൽ നമ്മൾ ഇട്ടതാണ്. അപ്പം എനിക്കിതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. കാരണം ഒരുപാട് ആൾക്കാർ പല വീഡിയോസ് ആയിട്ട് വരുന്നത് കാരണം കൊണ്ട് സെപ്പറേറ്റഡ് ആയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരാളെ വീഡിയോസ് കണ്ടു നോക്കുമ്പോൾ അവരുടെ കയ്യിൽ തെളിവുണ്ട്. ആ തെളിവ് ഇവിടെ പുറത്ത് വിടുന്നില്ല എന്നൊക്കെ കണ്ട്. അപ്പോൾ ഈ ഒരുപാട് വീഡിയോസും സിലുവിൻ്റെ വീഡിയോസും മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത്. ഇതിൽ പ്രത്യേകിച്ച് ഒരു തേങ്ങയില്ല. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.